ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ഒരു വചനം ഇതാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, അപ്പോൾ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, ഓർക്കുക, നമ്മുടെ ഇടയിൽ, നമ്മളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ, നമ്മളുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും ദൈവം സാധിച്ചു തരണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വചനത്തിലൂടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, അപ്പോൾ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിന്റെ കുടുംബത്തിലേക്ക് അത്ഭുതങ്ങൾ കടന്നു വരും. നിന്റെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടും. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിന്റെ രോഗങ്ങൾ നിന്നെ വിട്ടുപോകും. നീ പരീക്ഷയിൽ നല്ല മാർക്കോടെ വിജയിക്കും. നിന്റെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും കളിയാടും. അതിന് നിനക്ക് വേണ്ടത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിനക്കൊരു വിശുദ്ധീകരണം ആവശ്യമാണ്. നീ ഒരു പുതിയ വ്യക്തിയായി മാറണം. ഈ നോമ്പ് കാലത്ത് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. നീ ഒരു പുതിയ വ്യക്തിയായി മാറുക. പഴയ മനുഷ്യനെ എല്ലാ ചെയ്തികളോടും കൂടി നീ ഉരിഞ്ഞു മാറ്റി പുതിയ ഒരു വ്യക്തിയായി മാറുക. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഇതാ പ്രിയമുള്ളവരെ. ഈ നോമ്പ് കാലത്ത് പ്രിയമുള്ളവരെ, ഭക്ഷണ സാധനങ്ങൾ വർജിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ മാത്രം നമ്മുടെ നോമ്പാകുന്നില്ല. വചനത്തിലൂടെ കർത്താവ് നമ്മൾക്ക് കൃത്യമായ ഉത്തരം തരുന്നുണ്ട്. നീ എങ്ങനെയാണ് നോമ്പ് ആചരിക്കേണ്ടത്, നീ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, നീ എങ്ങനെയാണ് വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വരേണ്ടത്, നീ എങ്ങനെയാണ് ഒരു നല്ല ഭാര്യയാകേണ്ടത്, നീ എങ്ങനെയാണ് ഒരു നല്ല ഭർത്താവാകേണ്ടത്, നീ എങ്ങനെയാണ് ഒരു നല്ല മകളാകേണ്ടത്, നീ എങ്ങനെയാണ് ഒരു നല്ല മകളാകേണ്ടത്. പ്രിയമുള്ളവരെ, എന്താണ് നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ദൈവത്തോടൊപ്പം ആയിരിക്കേണ്ട കാലമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട കാലം, ദൈവത്തോട് കൂടെ ആയിരിക്കേണ്ട ഒരു കാലമാണ് നോമ്പ് കാലം. ദൈവം തന്നെ പറഞ്ഞു, ഞാൻ കൂടെയുണ്ടെങ്കിൽ നിനക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല. നോക്കുക പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല. അത് അവൻ നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പാണ്. പിന്നെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും കാരണം എന്താണ്? കർത്താവ് നമ്മളുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. നസ്രായനായ യേശു നിന്റെ ഹൃദയത്തിലില്ലെങ്കിൽ, നിന്റെ ഭവനത്തിലില്ലെങ്കിൽ, നിന്റെ ഭവനത്തിൽ സന്തോഷമുണ്ടാകില്ല, സമാധാനമുണ്ടാകില്ല. നീ തിരിച്ചറിയണം. നസ്രായനായ യേശു ദൈവം തമ്പുരാൻ നിന്റെ ഹൃദയത്തിൽ നിന്നും നിന്റെ ഭവനത്തിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പാപാവസ്ഥ മൂലമാണ്, നിന്റെ കയ്യിലിരിപ്പ് മൂലമാണ്, നിന്റെ നാവിന്റെ ദോഷം മൂലമാണ്, നിന്റെ പ്രവൃത്തികളുടെ ദോഷം മൂലമാണ് എന്ന് നീ തിരിച്ചറിയണം ഈ നോമ്പ് കാലത്തിലെങ്കിലും. എന്നിട്ട് അവനോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ നീ പഠിക്കണം. നിന്റെ ഭവനത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഇറങ്ങിപ്പോയ യേശുനാഥനെ നീ തിരികെ വിളിച്ചു കൊണ്ടുവരണം നിന്റെ ഭവനത്തിലേക്ക്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ നിന്റെ ഭവനത്തിലെ സന്തോഷവും സമാധാനവും തിരികെ ലഭിക്കും. നിനക്ക് ഹൃദയ സമാധാനമുണ്ടാകും. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്തിൽ കർത്താവ് നമ്മളോട് പറയുക, വളരെ എബ്രായർക്കായ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ കർത്താവ് നമുക്ക് തരുന്ന വലിയൊരു വചനം ഇതാണ്. എൻ്റെ മകനെ, എൻ്റെ മകളെ, നമ്മളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ദൈവം ഇതാ നമ്മളെ വിളിക്കുകയാ. എൻ്റെ മകനെ, എൻ്റെ മകളെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്നും നിങ്ങളിലാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. നോക്കുക, കർത്താവ് നമ്മളോട് പറയുക, നീ ദൈവത്തിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, ശ്രദ്ധിച്ചു കൊള്ളുവിൻ. കാരണം ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ നിനക്ക് തകർച്ചകൾ മാത്രമായിരിക്കും ലഭിക്കുക.
അതുകൊണ്ടാ കർത്താവ് തന്റെ വചനത്തിലൂടെ ഇപ്രകാരം പറയുന്നത്, കർത്താവ് കൂടെയുള്ളവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാ. എന്താ ആറ്റുതീരത്ത് നിൽക്കുന്ന മരത്തിന്റെ സവിശേഷത? വചനം പറഞ്ഞു തരുന്നുണ്ട്, അതിന്റെ വേരുകൾ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. നോക്കുക, ആറ്റുതീരത്ത് നിൽക്കുന്ന മരത്തിന് എത്ര വേനൽ വന്നാലും ചൂട് വന്നാലും ഒരു സങ്കടവുമില്ല, ആകുലതയില്ല, ഭയമില്ല, ഉത്കണ്ഠയില്ല. കാരണം അതിന്റെ വേരുകൾ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. എത്ര ചൂട് വന്നാലും അതിന് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിന് പേടിയില്ല. പ്രിയമുള്ളവർ, ഓർക്കുക, ഇതുപോലെയാ കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമുക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടാകട്ടെ, നമ്മൾ ഭയപ്പെടില്ല. കാരണം നമുക്കൊരു ബോധ്യമുണ്ട്, എൻ്റെ ഉള്ളിൽ തമ്പുരാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എൻ്റെ ഉള്ളിൽ തമ്പുരാനുണ്ടെന്നുള്ള ബോധ്യമുള്ളവൻ ഒരിക്കലും ഭയപ്പെടില്ല. എത്ര പ്രതിസന്ധികൾ ഉണ്ടായിക്കോട്ടെ, എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഏതെല്ലാം തകർച്ചകൾ ഉണ്ടായിക്കോട്ടെ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അവൻ എന്നെ കരകയറ്റും. ആ ഉത്തമ വിശ്വാസം അവനുണ്ടായിരിക്കും. ഇതാ ആറ്റുതീരത്ത് നട്ട മരം നോക്കിക്കേ, അത് പറയുക, അതിന് ഒരാകുലതയുമില്ല, എത്ര വേനൽ വന്നാലും ഒരാകുലതയുമില്ല. എന്നിട്ട് കർത്താവ് പറയുക, നോക്കുക, അതിൻ്റെ ഇലകൾ എന്നും പച്ചയായിരിക്കും. കണ്ടോ? നോക്കുക പ്രിയമുള്ളവരെ, അതിൻ്റെ ഇലകൾ എന്നും പച്ചയായിരിക്കും, നല്ല ആരോഗ്യത്തോടെ നിൽക്കും. കാരണം എന്താ? അതിന് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ചുറ്റുപാടും നോക്കിക്കേ, മറ്റ് മരങ്ങളെല്ലാം മറ്റ് തെങ്ങുകളെല്ലാം അല്ല മരങ്ങളെല്ലാം വെള്ളം കിട്ടാതെ അതിൻ്റെ ഓലകൾ മഞ്ഞളിക്കുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, ആറ്റുതീരത്ത് നിൽക്കുന്ന മരത്തിന് ഇതാ ഒരാരോഗ്യക്കുറവുമില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയായിരിക്കുമെന്നാണ് വചനം പറയുക. വചനം അവിടെ നിൽക്കുന്നില്ല, വീണ്ടും പറയുന്നു, അതിൽ നിറയെ കായ്ഫലങ്ങൾ ഉണ്ടായിരിക്കും. നോക്കുക പ്രിയമുള്ളവരെ, കടുത്ത വേനൽ വരുമ്പോൾ മരങ്ങളിൽ നിന്നും ആ ഫലങ്ങൾ പൊഴിഞ്ഞു പോകും. ചെറുപ്പത്തിൽ തന്നെ ഫലം വിളയുന്നതിന് മുമ്പ് പൊഴിഞ്ഞു പോകും. എന്നാൽ ആറ്റുതീരത്ത് നിൽക്കുന്ന മരത്തിന് അതിൽ നിറയെ കായ്ഫലങ്ങളായിരിക്കുമെന്നാണ് പറയുക. നോക്കിക്കേ പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ ഈ അവസ്ഥയാ നമുക്കും സംഭവിക്കുക. നമ്മുടെ ഭവനത്തിൽ നിറയെ ഫലങ്ങൾ ഉണ്ടാകും, സന്തോഷത്തിന്റെ ഫലങ്ങൾ.